അമ്മ സുനന്ദയോട് പറയും, അച്ഛൻ വരുമ്പോൾ ഇതൊന്നും അച്ഛനെ അറിയിക്കാതെ നോക്കണേ. ആ മനസ്സ് വേദനിക്കാൻ നമ്മളായിട്ട് ഇടമുണ്ടാക്കരുത്. സുനന്ദയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അമ്മയും സുനന്ദയെ കെട്ടിപ്പിടിച്ച് കരയാണ്. തിരുമേനി വന്ന് ചോദിക്കും, നട അടയ്ക്കാറായി, കല്യാണം നടത്തുന്നുണ്ടോ ഇല്ലയോ? ശ്രുതി പറയും, നട അടച്ചോ തിരുമേനി? കെട്ട് നടക്കില്ല, പെൺകുട്ടി വന്നിട്ടില്ല. തിരുമേനി താലി കൊടുക്കുമ്പോൾ സുഭാഷ് അത് വാങ്ങിക്കും. ശ്രുതി ചോദിക്കും, തിരുമേനി ദക്ഷിണ? തിരുമേനി പറയും, ഈശ്വരൻ്റെ പിന്തുണ ഇല്ലാത്ത കല്യാണത്തിന് എന്ത് ദക്ഷിണ? ഇത് കേൾക്കുമ്പോൾ നിധിക്ക് സങ്കടമാവും. താലി ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സുഭാഷ് പറയും, നീയല്ലേ വാങ്ങിച്ചത്, സൂക്ഷിച്ചു വെച്ചേക്ക്, വാ പോവാം. അവിടുന്ന് പോകുമ്പോഴും നിധി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. വീട്ടിലെത്തിയിട്ടും നിധിയുടെ മനസ്സ് മുഴുവൻ ആ കാര്യങ്ങളാണ്. ശ്രുതി പറയും, സുഭാഷ് ഏട്ടന് പ്രശ്നമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ സൈറ്റിൽ കുറേ നേരം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും സുഭാഷ് ഏട്ടൻ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് സുഭാഷ് വീട്ടിലേക്ക് വരികയാണ്. സുഭാഷ് വന്നതും നിധി പിന്നെയും കൈകൂപ്പി സോറി പറയാണ് സുഭാഷിനോട്. സുഭാഷ് പറയും, മോളെ ആ കൈയൊന്ന് ആദ്യം താത്ത്, എനിക്കത് കാണുമ്പോൾ വല്ലാത്ത പോലെ തോന്നുന്നു. മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ കുറേ കാലമായി അമ്പലത്തിലൊക്കെ പോയിട്ട്, ചിലപ്പോൾ ദേവിക്ക് തോന്നിക്കാണും എന്നെ അമ്പലത്തിലേക്കൊന്ന് വരുത്താൻ. നികേഷും ഹരീഷും ഒക്കെ നിധിയെ ആശ്വസിപ്പിക്കുകയാണ്. സുഭാഷ് പറയും, ശ്രുതി നീ ഒന്ന് പറയടാ. ശ്രുതി പറയും, നിധി വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി വരാം, അപ്പം കുറച്ച് ആശ്വാസം കിട്ടും. ദൂരെ ഒന്നും പോകണ്ട, മുറ്റം വരെ ഒന്ന് പോയാൽ മതി. ശ്രുതി പുറത്തുനിന്ന് നിധിയോട് പറയും, നിങ്ങളെക്കാളൊക്കെ നഷ്ടം ഉണ്ടായത് എനിക്കാ. ഞാൻ താലി വാങ്ങാൻ പോയിട്ട് താലിക്കാണെങ്കിൽ 32,000 രൂപയായി. അതൊപ്പിക്കാൻ ഞാൻ ഒരുപാട് അലയേണ്ടി വന്നു. പിന്നെ പെട്ടെന്ന് ശ്രുതി നുണ പറയും, ട്രാവൽസിലെ പൈസയൊന്നും പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് കടം വാങ്ങേണ്ടി വന്നു എന്ന്. നിധി പറയും, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ കാശ് തരാം, എൻ്റെ കയ്യിൽ സ്വർണം വിറ്റതിൻ്റെ ബാക്കി കാശുണ്ട്. ശ്രുതി പറയും, അതൊന്നും വേണ്ട. നിധി പറയും, ആ താലി എന്തായാലും വിൽക്കണ്ട, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കുമല്ലോ, അപ്പോൾ എടുക്കാം. ആ കാശിനേക്കാളെ എത്രയോ വലുതാണ് സുഭാഷ് ഏട്ടൻ്റെ സങ്കടം. നിങ്ങൾക്ക് വേണ്ടി എത്രയോ കാശ് സുഭാഷ് ഏട്ടൻ മുടക്കിയിരിക്കുന്നു. ഈ വീട്ടിൽ വലിയൊരു പന്തലിട്ട് റിസപ്ഷൻ നടത്തിയാളാണ് സുഭാഷ് ഏട്ടൻ. ശ്രുതിയോ അതിനെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. സുഭാഷ് ഏട്ടനോടും എൻ്റെ കുടുംബത്തോടും ഒക്കെ ഇത്രയും സ്നേഹം ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. സുഭാഷ് ഏട്ടനോട് എനിക്കൊരു ഏട്ടൻ്റെ സ്നേഹമുണ്ട്. പക്ഷേ അതുമാത്രം പോരല്ലോ, ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് പോകേണ്ട ആളല്ലേ ഞാൻ. അതിനു മുമ്പ് സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടത്തണം, ഇല്ലെങ്കിൽ പഴയ പോലെ ഈ വീട്ടിന് പേരുദോഷം വരും. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് വിഷമവും. ശ്രുതി പറയും, തന്നെ സമാധാനിപ്പിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, താൻ അകത്ത് പോയിട്ട് ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാം. രാവിലെ സുഭാഷ് ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവരും അവിടെ ചടഞ്ഞിരിക്കുകയാണ്. സുഭാഷ് ചോദിക്കും, നിങ്ങളാരും ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഹരീഷ് പറയും, കടയൊക്കെ അവർ തുറന്നോളും. സുഭാഷ് പറയും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണം. ശ്രുതി പറയും, രാവിലത്തെ കാപ്പി കിട്ടിയില്ല. സുഭാഷ് പറയും, അയ്യോ അത് ഞാൻ മറന്നുപോയി, ഇപ്പം തരാമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോകും. ഇത് കാണുമ്പോൾ നിധിക്ക് ദേഷ്യം വരും. നിധി വരും, കഷ്ടം തന്നെ, കാപ്പിയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങ് കുടിച്ചൂടെ, ഒരാളുടെ വിഷമം പോലും അറിയില്ല. സുഭാഷ് കാപ്പി ഇടുമ്പോൾ അച്ഛൻ അവിടേക്ക് വരും. കഴിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, ചോറേ ഉള്ളൂ. അച്ഛൻ ചോദിക്കും, പലഹാരമൊന്നും ഇല്ലടാ? ചോറെങ്കിൽ ചോറെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചോറും എടുത്തിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോവാണ്. സുഭാഷിനെ ആ സമയത്ത് ബയ്യെ വിളിക്കും. ഡൈനിങ് ഹാളിൽ വന്നിട്ട് സുഭാഷ് ശ്രുതിയോട് പറയും, നമ്മുടെ സൈറ്റിലെ ബയ്യയുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട്, അവരെ തിരുവനന്തപുരം മൊത്തം ഒന്ന് ചുറ്റി കാണിക്കണം. എത്ര കാശാവെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഒരു 4,000 രൂപയാവും. സുഭാഷ് പറയും, 4,000 രൂപയോ? അത് ഇച്ചിരി കൂടുതലാ, അതൊന്നും അവനെ കൊണ്ട് താങ്ങില്ല, നീ തോമസ് ഏട്ടനോട് ചോദിച്ചു നോക്ക്. ഇത് കേൾക്കുമ്പോൾ നിധി ചോദിക്കും, ആരായി തോമസ് ഏട്ടൻ? നിങ്ങളുടെ സ്വന്തം ട്രാവൽസ് അല്ലേ, അതിന് വേറെ ആളോട് ചോദിക്കണോ? ഇത് കേട്ടിട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ ചിരിക്കും, ഇവൻ്റെ ട്രാവൽസോ? അങ്ങനെയാണോ ഇവൻ പറഞ്ഞത്? മോളിവിടെ വന്നിട്ട് എത്ര കാലമായി, എന്നിട്ടും മോൾക്ക് തോന്നിയോ ഇവന് ട്രാവൽസിൻ്റെ ഉടമയാണെന്ന്? ഇവൻ വെറും ഡ്രൈവർ, ഞാനും ഡ്രൈവറായിരുന്നു, പക്ഷേ ലോറിയുടെ മുതലാളിയായ ഡ്രൈവർ. ഹരീഷയ്ക്കും, ഇങ്ങേരെ എടുത്തിയുടെ വീട്ടിലെ ഡ്രൈവറായിട്ടല്ലേ വന്നത്? നിധി പറയും, വീട്ടിൽ വന്നപ്പോൾ വേണ്ടപ്പെട്ട ആളായോണ്ടാ വന്നത്, അല്ലെങ്കിൽ വല്ല ഡ്രൈവറെ അയച്ചേനെന്നാണ് പറഞ്ഞത്. മോളത് വിശ്വസിച്ചോ? സ്വന്തം വണ്ടി കൊണ്ടാണ് വന്നതെങ്കിൽ പിന്നെ വിശ്വസിക്കാം, ഇത് നിങ്ങളുടെ വീട്ടിലെ വണ്ടി ഓടിക്കാനല്ലേ അവൻ വന്നത്, എന്നിട്ടും മോളത് വിശ്വസിച്ചോ? ശ്രുതി അതിനെയൊക്കെ ന്യായീകരിച്ച് ഓരോ കാര്യങ്ങളിങ്ങനെ പറയാണ്. നിധി പറയും, എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞ സമയത്ത് ഇതുകൂടെ പറയായിരുന്നു, നിങ്ങളെ ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല, ഭൂലോക കള്ളൻ. അതും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവും. നിധി പുറത്ത് അലക്കി ചിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ട് ചെല്ലാണ്. സഹായിക്കാൻ നോക്കുമ്പോൾ നിധി പറയും, വേണ്ട ഞാൻ ചെയ്തോളാം. ശ്രുതി പറയും, അന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാ, അതൊന്ന് ക്ഷമിച്ചൂടെ? നിധി പറയും, നിങ്ങൾ എന്ത് കള്ളം വേണേൽ പറഞ്ഞോളൂ, എന്നെ ബാധിക്കാത്ത കാര്യമാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ട്രാവൽസ് മുതലാളിയാണെന്നോ കാറിൻ്റെ ഉടമയാണെന്നോ ഇനി ഏതെങ്കിലും വലിയ കാർ കമ്പനിയുടെ MD തന്നെയാണെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല.